12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഒരുപാട് കൗതുകത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ വരുന്നത് കേട്ടോ. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ജനിച്ചു വളർന്ന വീടിനെപ്പറ്റി ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ കാണും. കുട്ടിക്കാലത്ത് ഈ വീടിൻ്റെ മുറ്റത്തും പറമ്പിലുമൊക്കെ ഓടിക്കളിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഒരു വിരുന്നുകാരിയെപ്പോലെ ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന്. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി പണിയെടുത്ത് ആരോഗ്യം നഷ്ടപ്പെടുത്തിയ പപ്പയും മമ്മിയും. അവരെ കൂടെ നിർത്തി മക്കളെ പോലെ നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ ഇതിനൊക്കെ തടസ്സമാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളിലേക്ക് മാത്രമായി ഇതൊക്കെ ഒതുങ്ങിപ്പോകും. വർഷങ്ങൾക്ക് മുമ്പ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയപ്പോഴും പിന്നീട് പാസ്പോർട്ട് എടുത്തു തന്നപ്പോഴും അതിനുശേഷം വിദേശത്ത് ജോലിയുള്ള പയ്യനെ തിരഞ്ഞു കണ്ടുപിടിച്ചപ്പോഴും ഞാനും തിരിച്ചറിഞ്ഞില്ല ഇനിയുള്ള ജീവിതം ഇത്ര വലിയ പറിച്ചുനടലായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് എന്നെപ്പോലെ തനി നാട്ടിൻ പുറത്തുകാരിയായ ഒരാൾക്ക്. ഇവർ രണ്ടുപേരും എനിക്കൊരു കരിക്ക് പറിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഈ കുട്ടി തെങ്ങ് വലുതായതും തേങ്ങയുണ്ടായതും ഒക്കെ ഞാൻ കാണാനും കൂടിയാണ് കേട്ടോ ഞാൻ വന്നതിന് ശേഷമുള്ള ഈ കരിക്കിടൽ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ 12 വർഷം. ഇതിനിടയിൽ ഒരുപാട് തവണ ഭർത്താവും കുട്ടികളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇവരെ രണ്ടുപേരെയും ഒരുപാട് തവണ ഞങ്ങളുടെ അടുത്തേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുപോയിട്ടുമുണ്ട്. പക്ഷേ 12 വർഷത്തിന് ശേഷമാണ് ഞാൻ മാത്രമായിട്ടുള്ള ഒരു വരവ്. ഭാര്യ അമ്മ പദവികളൊക്കെ ഒരു 2 ആഴ്ചത്തേക്ക് ഒഴിഞ്ഞു കൊടുത്ത് ഒരു കൊച്ചുകുട്ടിയായിട്ട് ആ പഴയ ഞാനായിട്ട്. വളരെ അപ്രതീക്ഷിതമായൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. കാരണം പല്ലുവേദന. വിഷുവിന് പോകാനിരുന്ന ഞങ്ങളുടെ വെക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ടാണ് എൻ്റെ ഈ പോക്ക്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി. അതടുത്ത സങ്കടം. ഭർത്താവിൻ്റെയും കുട്ടികളുടെയും നിരാശയും സങ്കടവും കണ്ടില്ലെന്ന് വെച്ച് കയ്യിൽ കിട്ടിയ ബ്രൂഫനും പാരസെറ്റമോളും ഒക്കെ കഴിച്ച് ഇറങ്ങി പോരേണ്ടി വന്നു. അങ്ങനെ പല്ല് തന്ന പണിയുമായിട്ട് UK നിന്നും വീട്ടിലെത്തി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതിൻ്റെ സന്തോഷം സങ്കടമായിട്ട് മാറിയപ്പോൾ ഞാനും പപ്പയും മമ്മിയും അറിയാതെ കുറച്ച് കരഞ്ഞു കേട്ടോ. പല്ലിന് വേദനയാണെങ്കിലും ഞാനൊരു ഗംഗയും നാഗവല്ലിയുമൊക്കെ ആയി മാറി. പൊളിയാറായ വീടിൻ്റെയും പഴയ പശുത്തൊഴുത്തിൻ്റെയും എന്തിനേറെ പറയുന്നു പഴയ കോഴിക്കോടിൻ്റെ വരെ സാന്നിധ്യം എന്നെ ഒരു 17കാരിയാക്കി മാറ്റി. ഒപ്പം നെഞ്ചിലൊരു കനവും പ്രവാസത്തിനോടൊരു വെറുപ്പും തോന്നിപ്പോയി. പാഷൻ ഫ്രൂട്ടും കപ്പളങ്ങയും ചക്കയും മാങ്ങയും ഒക്കെ കണ്ടപ്പോഴേ മനസ്സ് നിറഞ്ഞു. ചെറുതേനീച്ചയുടെ കൂട് കണ്ടപ്പോഴേ മനസ്സിൽ തീരുമാനിച്ചായിരുന്നു ഇവന്മാരെ ഞാൻ ഇത്തവണ പിടിക്കുമെന്ന്. മാർച്ചിലെ ചൂടിലാണ് കേട്ടോ എൻ്റെ ഈ വരവ്. പറമ്പിലെല്ലാം കരിയിലയും ഉണക്കപ്പുല്ലുമാണ്. മമ്മി ആദ്യമേ എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചത് കഞ്ഞി കായ്ച്ച പ്ലാവാണ് കേട്ടോ. പ്ലാവിലേക്ക് ഒരുപാട് ചക്ക വിരിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ചക്കക്കാലമായ ദേഷ്യമാണ്. പിന്നീട് അങ്ങോട്ട് ചക്കപ്പുഴുക്കും ചക്കക്കുരു മാങ്ങാക്കറിയും ചക്കക്കുരു തോരനും അങ്ങനെ ചക്കക്കുരുവിൻ്റെ ഒരു ആറാട്ടാണ്. പണ്ട് വേർതിരുന്ന ആ ഒരു കാലം ഇന്ന് ഓർക്കുമ്പോൾ ചിരി വരും, കൂടത്തിൽ ചെറിയൊരു സങ്കടവും. അങ്ങനെ ചക്ക കാണാൻ പോയ ഞാൻ അപ്പൂപ്പന്താടി കണ്ടപ്പോൾ ആ വഴിക്ക് പോയി. ഈ അപ്പൂപ്പന്താടിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ പറന്നു പോകുന്ന പോലെയാണ് മനോഹരമായ നമ്മുടെ ബാല്യകാലം. കഴിഞ്ഞു പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ഉണങ്ങി അതിൻ്റെ ഒരു വഴിക്കായി. പക്ഷെ അതിൽ വിത്ത് വീണ അവിടെ തന്നെ കുഞ്ഞുണ്ടാവുമായിരിക്കും. നമ്മുടെ പരാധീനം വാഴയല്ലേ ഈ ആ തെങ്ങിൻ്റെ ഒക്കെ മണ്ട കണ്ടോ ഒരുമാതിരി. കൊറോണ സമയത്താണ് ഇപ്പം നിറച്ചുണ്ടായത്. ഇതെന്തിൻ്റെ വള്ളിയായത്? കുഴപ്പമൊന്നുണ്ട്. ഇതെന്നതാ ഇത്? അത്ര ഇത്രയൊക്കെ നിൽപ്പുണ്ടല്ലോ മുള്ളാത്ത. അവിടെയൊക്കെ വലിയ നോക്കണം. ഇയാളുടെ പാതയിൽ കൂടെ ചക്കയില്ല. ഉടുമ്പ് ഇവിടെ വരാറുണ്ടോ ഇപ്പം? ഇതിലൊക്കെ ആണെങ്കിലും കേട്ടോ തീറ്റ എമ്പടിയുണ്ട്. ആദ്യം വളർത്താൻ പറ്റിയതാണ്. ഇല്ല
എടുത്തുകൊണ്ട് ഇല്ലി മുഴുവൻ ഉണങ്ങി പോയിട്ട് സാധനം ഒരു ദിവസം ഒരൊറ്റ ഇടി കെട്ടിയിട്ട് ഇവിടെ വന്ന് തെങ്ങുന്നേ നീന്തം അങ്ങനെ 40 ഡിഗ്രി ചൂടിൽ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ പറമ്പിൽ കൂടെയൊക്കെ നടന്നു കേട്ടോ. അവിടെ നടന്നു, ഇരുന്നു, ഇതിനിടയ്ക്ക് അതും ഇതുമൊക്കെ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് കഴിക്കാൻ മേല. എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് നീര് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കട്ടിയുള്ളതൊന്നും കടിക്കാനൊന്നും വയ്യ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഇഷ്ടമുള്ള എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എന്നാലും പറമ്പിൽ കൂടി കാണുന്ന കുറേ ചെറിയ ചെറിയ പഴങ്ങളും പിന്നെ കുറേ തൈകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ 1-2 സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കഴിച്ചു. പിന്നെ ഈ പറമ്പിലെല്ലാം നേരത്തെ ഒരുപാട് കൃഷികൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. കുറേ ഭാഗത്ത് കപ്പയിടും, പിന്നെ ഇഞ്ചി, കച്ചോലം, മഞ്ഞൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ചേമ്പ്, ചേന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൃഷി നടത്തിക്കൊണ്ടിരുന്ന പറമ്പുകളായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും നോക്കി നടത്താനായിട്ട് ഇവർക്കും ബുദ്ധിമുട്ടാണ്. കുറേ നാളുകളൊക്കെ കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇവർക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. കുറേ ഏരിയയിൽ റബ്ബർ വെച്ചു കേട്ടോ. അപ്പോൾ റബ്ബറിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ പോകുന്നു. കുറച്ചിടത്ത് വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള പച്ചക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം വലിയ വേനൽ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാം കുറേ സാധനങ്ങളൊക്കെ ഉണങ്ങി വരണ്ടൊക്കെ പോയി കേട്ടോ. അതല്ലെങ്കിൽ മറ്റേ തക്കാളി, വഴുതന, പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇപ്പോഴും കുറച്ച് ചെറിയ രീതിയിൽ നടത്തുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പണ്ടൊന്നൊക്കെ ഒരു സാധനവും നമുക്ക് കടയിൽ പോയിട്ട് മേടിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം വീടിൻ്റെ പറമ്പിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടുമായിരുന്നു. അന്നൊന്നും അതിനൊരു വിലയില്ലായിരുന്നു. വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന പച്ചക്കറിയൊക്കെ കറി വെച്ച് തരണമെന്ന് എനിക്ക് കഴിക്കണം, എനിക്കിഷ്ടമില്ലായിരുന്നു വീട്ടിൽ ഉണ്ടാകുന്ന വെജിറ്റബിൾസൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. ഒരു കാന്താരി കിട്ടണമെന്നുണ്ടെങ്കിൽ തീ പിടിച്ച വില കൊടുത്ത് ക്വാളിറ്റി ഇല്ലാത്ത സാധനം വാങ്ങിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു വില അറിയുന്നത്. പിന്നെ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും കാവിലൊന്ന് പോയി കേട്ടോ. ഈ കാവെന്ന് പറയുന്നത് ഒരു എന്താ എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല. ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പം നമുക്ക് കിട്ടുന്നൊരു വൈബ് അത് ഭയങ്കരം തന്നെയാണ്. ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങൾക്കും എനിക്കെപ്പോഴും മനസ്സിൽ നന്ദിയുള്ളതും ഓർമ്മയുള്ളതും അല്ലെങ്കിൽ എൻ്റെ എല്ലാം ആണ് കേട്ടോ കാവ്. അപ്പോൾ കാവിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളക്കാച്ചിൽ, നീലക്കാച്ചിലും ഉണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ എന്താണോ എനിക്ക് പണ്ട് തൊട്ട് വെള്ളക്കാച്ചിലിനോട്, നമ്മുടെ നാട്ടിലതിന് ഇഞ്ചിക്കാച്ചിലെന്ന് പറയും കേട്ടോ. പലതരം കാച്ചിലുണ്ട്. വെള്ളക്കാച്ചിൽ തന്നെ ഇഞ്ചിക്കാച്ചിലെന്നാണ് ഇതിന് പറയുന്നത്. അപ്പം അതൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പ്യുവർ വൈറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കാന്താരി ചമ്മന്തി ആയിരുന്നു. വലിയ ടേസ്റ്റൊന്നും പല്ലുവേദന കാരണം എനിക്ക് മനസ്സിലായില്ല, എങ്കിലും